നമുക്കിന്നൊരു സിമ്പിളായിട്ടൊരു കൂട്ടുകറി ഉണ്ടാക്കാം. കായ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീറ്റ്റൂട്ട്, കടല കുതിർത്തിയത് ആദ്യം നമ്മൾ കുക്കറിൽ നന്നായിട്ട് വേവിച്ചും എടുക്കണം. അതിന് ശേഷം കഷ്ണങ്ങൾ നന്നായിട്ട് അരിഞ്ഞെടുത്ത് നല്ല ചതുര കഷ്ണങ്ങളാക്കി വെക്കണം. ഇതിനകത്തൊരു സവാള വേണം കേട്ടോ, ഞാൻ ആദ്യം എടുത്ത് വെച്ചപ്പോൾ പറയാൻ മറന്നുപോയതായിരുന്നു. പിന്നെ അതിനകത്തേക്ക് ആ കടല വെന്തതിന് ശേഷം കഷ്ണങ്ങൾ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലയും ചേർത്തിട്ട് ഈ കഷ്ണങ്ങൾ ആ കടലയുടെ കൂടെ കിടന്നിട്ട് ഒരു വിസിലിട്ട് മാറ്റി വയ്ക്കുക. തേങ്ങ, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കറുകപ്പട്ട ഇത്രയും സാധനങ്ങൾ നമ്മൾ വറുക്കാൻ വയ്ക്കുക. അത് വറുത്ത് മൂത്ത് വരുന്ന സമയത്ത് അതിനകത്ത് ചേർക്കാനായിട്ട് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇത് നന്നായിട്ട് വറുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്ത് ആ തേങ്ങയുടെ വെളിച്ചെണ്ണ ഒന്ന് തെളിയണം. ആ ഒരു പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ടിട്ട് ഈ പറഞ്ഞ പൊടി ഐറ്റംസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. വെള്ളം ചേർക്കരുത്, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും. പിന്നെ നമുക്ക് ചെറുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത് ഇത്രയും സാധനങ്ങൾ വറുത്തിടാൻ വേണം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ എല്ലാ ഐറ്റംസും കൂടി ഒന്നിച്ച് വറുക്കാനായിട്ടു. അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഒത്തിരി മൊരിയണ്ട. അപ്പോൾ ഇതിൻ്റെ കൂടെ കണ്ട് കിടക്കുമ്പോൾ ഒരു നോർമൽ മൊരിച്ചിൽ നമുക്കത് കിട്ടും. ഇത് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് കടലയിലിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളില്ലേ, ആ കഷ്ണങ്ങളുടെ മിക്സ് ഇട്ട് കൊടുക്കണം. ഒരു കാരണവശാലും പച്ചക്കറി വേവിക്കുമ്പോൾ, കൂട്ടുകറിക്ക് വേണ്ടി പച്ചക്കറി വേവിക്കുമ്പോൾ കണ്ടമാനം വെള്ളം ഒഴിക്കരുത്. കടല വെന്തിരിക്കണ ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുന്നത്. കടലയിലെ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് ഊറ്റിക്കളയണം കേട്ടോ. ഇത് ഇത്രയും വെള്ളമൊക്കെ മതിയാവും നമുക്ക് കൂട്ടുകറി വെക്കണേൽ. അപ്പോൾ നമ്മൾ ആ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചേർക്കാണ്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്തെങ്ങാനും വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിരുന്നാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കൂട്ടുകറി കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. താങ്ക്